ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പളങ്ങയും പഴമാങ്ങയും വെച്ചൊരു മോര് കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ കുമ്പളങ്ങ കുറച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ പഴമാങ്ങയും കൂടി അതിനകത്തേക്ക് ഇട്ട് വേവിക്കാം കേട്ടോ. വെന്തോട്ടെ നല്ലോണം. ഒരു അരമുറി തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് ജീരകവും കൂടി ചേർക്കാം കേട്ടോ ഇതിലേക്ക്. പെരിഞ്ജീരകമാണ്, അല്ല ചെറുജീരകമാണ്. ഇതൊന്ന് നല്ലോണം വെന്തോട്ട്. ഇച്ചിരി മാങ്ങ വേകാനുണ്ട്. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ച് മോരും തൈരും തേങ്ങയും കൂടി അരച്ചെടുക്കാം. വെന്തോട്ടെ കേട്ടോ. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇത്രയും തൈരുണ്ട് എനിക്ക്. അപ്പം ഞാനിത് തേങ്ങയുടെ കൂടെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുവാണ്. വെള്ളം കൂട്ടാതെ തൈര് ചേർത്താണ് അരയ്ക്കുന്നത്. രണ്ട് കറിവേപ്പില കൂട്ടി അരയ്ക്കാം കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. നമുക്കിത് അരച്ചു കൊണ്ടുവരാം കേട്ടോ. നല്ലപോലെ അരച്ചു വന്നിട്ടുണ്ട്. ഇത് അരച്ച നല്ല അരപ്പാണ്. ഇവിടെ ഇരിക്കട്ടെ. മാങ്ങ ഒന്ന് വെന്തിട്ട് നമുക്ക് കലക്കാം കേട്ടോ. വെന്ത് വരുന്നുണ്ട്. അരപ്പ് കലക്കണതിന് മുമ്പ് നമുക്ക് ഈ കടുക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായിക്കോട്ടെ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം വറക്കി. കടുക് പൊട്ടിയിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം.
അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഞാൻ തൂകുന്നുണ്ട് കേട്ടോ. ഈ വറ താളിക്കണതിൻ്റെ കൂടെ മോര് കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് ഇഷ്ടമാണ്. അപ്പം അരച്ച് വന്ന തേങ്ങയും ജീരകവും കറിവേപ്പിലയും കൂടി അരച്ചത് ഇതിലേക്ക് കൂട്ടാം. വെള്ളം ചേർക്കാതെ തൈര് കൂട്ടി തന്നെയാണ് അരക്കേണ്ടത് കേട്ടോ. തേങ്ങ മോര് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നമുക്ക് ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പാത്രം എല്ലാം കൂടി ഒന്ന് കഴുകി കുറച്ച് വെള്ളം, ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഉപ്പുണ്ടാവും നോക്കാം. ഉപ്പ് കുറവുണ്ട്, ഉപ്പിടാം. മോര് കൂട്ടാനായതുകൊണ്ട് ഉപ്പ് കുറവുണ്ട്. ഇപ്പോൾ പോരാ, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തിളക്കൊന്നും വേണ്ട, ചൂടായാൽ മതി. എല്ലാവരും ചൂടൊക്കെ മാറി തണുപ്പായിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുമല്ലേ. ഇപ്പോൾ മോര് കറി റെഡി ആയിട്ടുണ്ട്. പഴമാങ്ങയും കുമ്പളങ്ങയും കൂടി മോര് കറിയാണ് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ഇനി ഈ വറ താളിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല കളറായി വറ താളിച്ചതിന്. ഈ സ്റ്റൗ ഒന്ന് ഓഫാക്കാം കേട്ടോ. മോര് കറി ഉണ്ടല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ മോര് കറി റെഡി ആയിട്ടുണ്ട്. പഴമാങ്ങയും കുമ്പളങ്ങയും കൂടിയാണ് കേട്ടോ. നല്ല മോര് കറിയാണ്, നല്ല ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം മോര് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരേക്കും ബൈ.